ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. മലയാളം ഫസ്റ്റില് കേരള പാഠാവലിയിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇത് ഒരു ആട്ടക്കഥയാണ്. എന്താ അപ്പൊ ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്ന സാഹിത്യ രൂപത്തെ നമ്മൾ എന്ത് പറയുന്നു? തിരക്കഥ എന്ന് പറയും അല്ലെ. അപ്പോൾ നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെയാണ് കഥകളി അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കഥകളി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹിത്യ രൂപത്തെ അല്ലെ, അതിന്റെ കഥയെ രൂപപ്പെടുത്തിയിട്ടുള്ളതിനാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥാ സാഹിത്യം വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ശാഖ തന്നെയാണ് മലയാളത്തിൽ. ഓക്കെ, അപ്പൊ ഈ ആട്ടക്കഥ അല്ലെ, ആട്ടക്കഥ ആടാൻ വേണ്ടി അല്ലെ, കഥകളി ആടാൻ വേണ്ടിയിട്ടുള്ള കഥയാണ്. ഇപ്പൊ കൃഷ്ണന്റെ കഥ, അർജുന്റെ കഥ അല്ലെ, അങ്ങനെ പല പല വേഷങ്ങൾ, പല പല കഥകൾ എവിടെ അവതരിപ്പിക്കാറുണ്ട്? നമ്മുടെ കഥകളിയിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ കഥകളി എന്താണ്, കഥകളി വേഷങ്ങളെ കുറിച്ച് ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം എന്താ കഥകളി എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ഈ കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. ഓക്കെ, കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. മലയാള സെക്കൻഡിൽ നമ്മൾ നാടക ഗാനവും നാടകവും ഒക്കെ പഠിച്ചതുപോലെ പുതിയൊരു അല്ലെ സംഗതിയാണ് നമ്മൾ ആട്ടക്കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രസമായിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെ രസമായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ പാഠഭാഗം ടപ്പ് ടപ്പേന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്, കുറെ കഥ അല്ലെ. എന്താ കഥ? ഇതിന്റെ ആദ്യം അവസാനം ഒന്നും നമുക്ക് അറിയില്ല അല്ലെ. നമ്മൾ വെറുതെ അങ്ങ് പാഠഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കുറേ ആശങ്കകളൊക്കെ നമുക്കുണ്ടാവും. അപ്പൊ എന്തിനാ ഒരു ആശങ്കയുടെ അവസ്ഥ അവിടെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് ഈ ആട്ടക്കഥ, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എവിടുന്നാണ് എടുത്തിട്ടുള്ളത്, അതിന്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അല്ലെ, നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം എടുത്തിരിക്കുന്ന എവിടുന്നാണ്? നളചരിതം ആട്ടക്കഥയിൽ നിന്നാണ്. എന്താണ്? നളചരിതം ആട്ടക്കഥയിൽ നിന്നാണ്. നളന്റെ ചരിതമാണ് കേട്ടോ. നളന്റെയും ദമയന്തിയുടെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് നളചരിതത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നളചരിതം എന്താന്ന് നമുക്ക് പരിചയപ്പെടണം. ആരാണ് ദമയന്തി, ആരാണ് നളൻ, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? യെസ്, അപ്പൊ അതറിഞ്ഞാലാണ് പാഠഭാഗം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ആ കഥകളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന അല്ലെ മഹാനായ അല്ലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടക്കഥകളിൽ ഒന്നാണ് ഏതടാ? നമ്മളുടെ നളചരിതം ആട്ടക്കഥ കേട്ടോ. അപ്പൊ ആട്ടക്കഥാ സാഹിത്യത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ആട്ടക്കഥ കൂടെയാണ് ഏത്? നളചരിതം ആട്ടക്കഥ. ഇത് മഹാഭാരതത്തിലെ വനപർവത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന കഥയാണ് നമ്മളുടെ നളചരിതം ആട്ടക്കഥ. നളയും കഥയും ഒക്കെ കൂടെ നളയും കളയും ഒക്കെ ആയി പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കഥയെ വനപർവ്വത്തിലുള്ള നളന്റെയും ദമയന്തിയുടെയും കഥ വനപർവ്വതത്തില് 52 മുതൽ 79 വരെയുള്ള അധ്യായങ്ങളിൽ അല്ലെ 28 അധ്യായങ്ങളിലായിട്ടാണ് നളന്റെ കഥയുള്ളത്. അപ്പൊ ഈ കഥ എന്ത് ചെയ്യാണ്? ഉണ്ണായി വാര്യർ എടുത്ത് അതിനെന്ത് ചെയ്യാണ്? ആട്ടക്കഥയാക്കി മാറ്റുകയായിരുന്നു. ഓക്കെ, അപ്പോൾ മഹാഭാരതത്തിൽ ഈ കഥ സംഭവിക്കുന്നത്, അതായത് നമ്മളുടെ പാണ്ഡവര് അല്ലെ, പഞ്ചപാണ്ഡവര്. അപ്പൊ മഹാഭാരതത്തിന്റെ കഥയൊക്കെ മക്കൾക്ക് ഓൾറെഡി ടീച്ചർ അല്ലെ കഥകൾ അതിമോഹനം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗത്തിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ കഥയൊക്കെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ആരാണ് പാണ്ഡവര്, എന്താണ് മഹാഭാരതം, എന്തിനാണ് യുദ്ധം നടക്കുന്നത്, അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ഇങ്ങനെ നളചരിതം ആട്ടക്കഥാ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അപ്പൊ വനവാസ കാലത്ത് അല്ലെ കാട്ടിൽ താമസിക്കാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട്, പോകുന്നുണ്ട് നമ്മളുടെ പാണ്ഡവര്. അപ്പൊ വനവാസ കാലത്ത് അല്ലെ അവരിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അയ്യോ കാട്ടിലായി പോയല്ലോ, നാട്ടുകാരോ ബന്ധമില്ല, വീടൊക്കെ ഉപേക്ഷിച്ച് കൊട്ടാരൊക്കെ ഉപേക്ഷിച്ച് വന്നതാണ്. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ബൃഹദേശ്വരൻ എന്ന് പറയുന്ന ഒരു മുനി എന്ത് ചെയ്യാണ്? ഇതൊക്കെ ഒരു വിഷമാണോ അല്ലെ, നിങ്ങളെക്കാളും വലിയ വിഷമമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ആരുടെ കഥ? നളന്റെയും ദമയന്തിയുടെയും കഥ. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. നളന്റെയും ദമയന്തിയുടെ ഭയങ്കര രസമുള്ള ഒരു പ്രണയ കഥയാണ്. പക്ഷെ അതിനകത്ത് വിരഹം വരുന്നുണ്ട് അല്ലെ, ഒരുപാട് സങ്കടമുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ പല 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 ഷെയ്ഡുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നളചരിതത്തിന്റെ കഥ പോകുന്നത്. ഓക്കെ, അപ്പൊ നളചരിതം 4 ദിവസം കൊണ്ട് ആടി തീർക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കഥകളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ ദിവസമായിട്ടാണ് എന്ത്. ഇപ്പൊ നളചരിതം തന്നെയാണെങ്കിൽ നളചരിതത്തിന് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുക? കഥകളി അവതരിപ്പിക്കുക. അപ്പൊ 1-ാം ദിവസം അതിന്റെ തുടക്കത്തിലൊക്കെ, ഇപ്പൊ എല്ലാ കഥകളി അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ എന്താണ്? അതിന്റെ തുടക്ക ഭാഗത്തുള്ള കാര്യങ്ങളാണ്. പിന്നീട് 2-ാമത്തെ ദിവസം അതിന്റെ അല്ലെ അങ്ങനെയുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു ആട്ടക്കഥ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
അപ്പൊ 4 ദിവസം കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലാണ് കേട്ടോ, 4 ദിവസം കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലുള്ളൊരു കഥയാണ്. ഓക്കെ, അപ്പൊ 4 ദിവസങ്ങളിലായാണ് നളചരിതം അല്ലെ ആട്ടക്കഥ അരങ്ങേറുന്നത്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും പ്രധാനപ്പെട്ട ഒരു നളചരിതത്തെ കുറിച്ച് പറയുന്ന ഒരു കോട്ടാണ്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും എന്ത് ചെയ്യാറുണ്ട്, നളചരിതത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ആട്ടക്കഥയാണ്. കഥകളിക്ക് വേണ്ടി എഴുതപ്പെട്ട സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള ഒരു ആട്ടക്കഥയാണ് ഏത് കഥ, നമ്മുടെ നളന്റെയും ദമയന്തിയുടെയും ഭയങ്കര രസമുള്ള കഥയായിട്ടുള്ള നളോപാഖ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നളന്റെയും ദമയന്തിയുടെയും കഥയൊന്ന് നോക്കിയാലോ, നമുക്ക് ഭയങ്കര ആകാംക്ഷക്ക് തോന്നില്ലേ, എന്താ അപ്പൊ ഇവർക്ക് സംഭവിച്ചത് അല്ലെ, എന്തൊക്കെയാണ് ഇവരുടെ കഥ എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നിഷധ രാജ്യത്തിലെ അല്ലെ, നിഷധം എന്ന് പറയുന്ന രാജ്യത്തിലുള്ള രാജാവായിരുന്നു ആര്, നളൻ കേട്ടോ. നളൻ ഭയങ്കര സുന്ദരനായിരുന്നു. വിദർഭയിലെ ഭീമൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളാണ്. മറ്റേ പാണ്ഡവരുടെ ഭീമൻ അല്ല, ഇത് വേറെ ഭീമൻ. വിദർഭയിലെ രാജാവായിട്ടുള്ള ഭീമനാണ്. അദ്ദേഹത്തിന്റെ മകളായിരുന്നു ദമയന്തി. ഇപ്പൊ ഇവർ രണ്ടുപേരും ആണെങ്കിലും ഭയങ്കര ഇപ്പൊ കലയും സാഹിത്യവും ഓട്ടവും ചാട്ടവും പിന്നെ സൗന്ദര്യമാണെങ്കിൽ പറയണ്ട. അപ്പൊ രണ്ടുപേരും എന്താണ്, ഭയങ്കര അടിപൊളിയായിരുന്നു അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നളനെ കുറിച്ച് കുറെ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, നളൻ അടിപൊളിയാണ്, നിഷധ രാജ്യത്തിലെ രാജാവുണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ ആരോട് പറയാൻ തുടങ്ങി, ദമയന്തി കേൾക്കാൻ തുടങ്ങി. ആരെക്കുറിച്ച്, നമ്മളുടെ നളനെ കുറിച്ച്. അതേപോലെ നമ്മളുടെ എന്താ പറയുക, വിദർഭയിലെ ഭീമന്റെ മകള് സൂപ്പറാണ്, അടിപൊളിയാണ്, സുന്ദരിയാണ്, അങ്ങനെ ഭയങ്കര കഴിവുകളുള്ളവളാണെന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മളുടെ നളനും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ പരസ്പരം കാണാതെ എന്ത് ചെയ്യാണ്, പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നളൻ എന്ത് ചെയ്യാണ്, ഒരു ഹംസം മുഖേന, ആര് മുഖേനയാണ്, ഹംസം ആരാണ്, ഒരു അരയന്നമാണ്. അപ്പൊ ഈ അരയന്നം വരുന്ന ഭാഗമാണ് നമ്മളുടെ കഥകളിയിലെ അല്ലെങ്കിൽ ആട്ടക്കഥയിലെ നളചരിതത്തിലെ 1-ാം ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അരയന്നം കേട്ടോ, അരയന്നം അല്ലെങ്കിൽ നമ്മളുടെ ഹംസം കേട്ടോ, ഹംസദൂത് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ എല്ലാ ലവ് സ്റ്റോറിന്റെ ഇടയിലും 3-മതൊരാളുണ്ടാവും അല്ലെ, ഈ കാര്യങ്ങൾ പറയാനും കാര്യങ്ങൾ എത്തിക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഒരാളുണ്ടാവും അല്ലെ. നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ സിനിമകളിലൊക്കെ നിങ്ങൾ കാണാറില്ലേ. അപ്പൊ അതേപോലെ ഒരു ഹംസമാണ് ആരിവിടെ, അരയന്നം. ഓക്കെ, അപ്പൊ ഈ ദമയന്തിക്ക് ഈ നളന്റെ അല്ലെ, നളന്റെ ഒരു ദിവസം നളൻ ഇങ്ങനെ കൊട്ടാരത്തിൽ ഇങ്ങനെ എന്താ കൊട്ടാരത്തിൽ വലിയ ഉദ്യാനമൊക്കെ ഉണ്ടാവും, പൂന്തോട്ടമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പൂന്തോട്ടത്തിൽ ഒരു ദിവസം എന്ത് ചെയ്യാണ്, നളൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഹംസം അരയന്നത്തെ കാണാണ് കേട്ടോ. നമ്മൾ സാധാരണ വെള്ള നിറമൊക്കെ കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതൊരു കഥയാണ്, സാഹിത്യമാണ്, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ സ്വർണ്ണവർണ്ണമുള്ള ഒരു അരയന്നത്തെ കാണുകയാണ്, ഹംസത്തെ കാണുകയാണ് നളൻ. അപ്പൊ നളൻ അങ്ങ് ഭയങ്കര ഇഷ്ടം, കൗതുകം തോന്നി, ഉപദ്രവിക്കാനൊന്നും വേണ്ടിച്ചല്ല. അങ്ങനെ നളൻ പോയിട്ട് ഈ ഹംസത്തെ പോയിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഉറങ്ങുമായിരുന്നു നമ്മളുടെ അരയന്നോ. ഇത് ആകെ ചടാ പടഞ്ഞ് എണീച്ച്, ദുഷ്ട എന്നെ വിടൂ അല്ലേ, അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ ആകെ ഒരു മോനേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാര്യ എന്നെ കാണാണ്ട് വിഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാരെ നമ്മളുടെ ഹംസം. എന്നിട്ട് എന്നെ വിട്ടാൽ ഞാൻ എന്ത് ഉപകാരം വേണമെങ്കിൽ ചെയ്യാന്നൊക്കെ പറയണം. അപ്പോൾ നളൻ പറഞ്ഞു, എടാ ഞാൻ ഇന്നൊന്നും ചെയ്യാൻ വേണ്ടി പിടിച്ചൊന്നുമല്ല, ഞാൻ ഇന്ന് ഉപദ്രവിക്കൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ സുഹൃത്തുക്കളാവണം. അങ്ങനെ ഹംസം എന്ത് ചെയ്യാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ ആരോട് പോയി പറയാ, ദമയന്തിയോട് പോയി പറയാന്ന് പറയാണേ. അതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അങ്ങനെ ദമയന്തിയുടെ അല്ലെ അടുത്തേക്ക് ഇഷ്ടവുമായിട്ടൊക്കെ ദൂതുമായിട്ട് പോകുന്ന ആളാണ് നമ്മളുടെ ഹംസം കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്നത് ഈ ഹംസം കഥാപാത്രമായി വരുന്ന നമ്മളുടെ പാഠഭാഗമാണ്. അപ്പോൾ നളൻ എന്ത് ചെയ്യാണ്, നളൻ ഹംസം മുഖേന ദമയന്തിയോട് തന്റെ ഇഷ്ടമൊക്കെ അറിയിക്കാണ്. അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോടാ അല്ലെ. അങ്ങനെ താൻ നളനെയാണ് ഭർത്താവായി സ്വീകരിച്ചതെന്ന് ഹംസത്തോട് ആരും പറയുന്നു, ദമയന്തിയും പറയുന്നു. എനിക്കും ആരെയാണ് ഇഷ്ടം, മനസ്സുകൊണ്ട് ഞാൻ ആരെ ഭർത്താവായി സ്വീകരിച്ചോ, നളൻ ചേട്ടനെ എന്ന് നമ്മളുടെ ദമയന്തിയും പറയാണ്. അങ്ങനെ ഭീമൻ ദമയന്തിക്ക് സ്വയംവരം നിശ്ചയിക്കുകയാണ്. അന്നൊക്കെ അങ്ങനെയാണ്. അതായത് പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇഷ്ടമുള്ള ആളെ അല്ലെ സ്വയം വരിക്കാൻ, അതാണ് സ്വയംവരം എന്ന് പറയുന്നത്. സ്വയം വരിക്കാനുള്ള എന്താ പറയാ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നാണ് അതൊന്നും പറ്റാത്തതെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഇതേ ഇന്ദ്രദേവാദികളൊക്കെ എന്താണ്, ദേവേന്ദ്രൻ എല്ലാവർക്കും ദമയന്തിന്റെ സൗന്ദര്യം അങ്ങ് സ്വർഗ്ഗലോകം വരെ കേൾക്കണം. അപ്പൊ എല്ലാവരും കൂടെ പൗഡറൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി ദമയന്തിക്ക് നളനെയാണ് ഇഷ്ടം എന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്യണോ, ഇവരെല്ലാരും നളന്റെ വേഷത്തിൽ വരികയാണ് കണ്ടോ. കുറെ നളന്മാരുണ്ടാവും, 5 നളന്മാർ
5 ദേവന്മാരും 5 അല്ലെ നളനെ പോലെ അങ്ങ് ഇരിക്കുകയാണ്, ഒരേപോലെ എല്ലാവരും. അപ്പൊ ദമയന്തി എന്ന് പറയണേ എനിക്ക് നളനെ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ അല്ലെ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം അല്ലെ എന്നൊക്കെ പറഞ്ഞ ദമയന്തി എന്ത് ചെയ്യുന്നു എല്ലാവരോടും അപേക്ഷിക്കണം. അപ്പൊ അങ്ങനെ അവര് ദേവന്മാര് സ്വന്തം രൂപത്തിൽ വന്നിട്ട് ദമയന്തിനെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതാണ് നളചരിതത്തിലുള്ള ആ ഒരു രംഗം കേട്ടോ, സ്വയംവര രംഗമാണ്. 5 നളന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെ നളനും ദമയന്തി കല്യാണം കഴിക്കുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് എന്താണ് എല്ലാവരും പോവാണ്, നമ്മളെ ദേവന്മാരൊക്കെ പോകുന്നു, നളനും ദമയന്തിയും കൊട്ടാരത്തിലേക്ക് നിഷിദ്ധ രാജ്യത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് കലിയും ദ്വാപരൻ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വേറെ 2 കഥാപാത്രങ്ങളുണ്ട്. മൂപ്പര് വരുന്നു, ഇവർക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് അല്ലെ, ഒരു മനുഷ്യപ്പുഴുവാണോ ദമയന്തിനെ കല്യാണം കഴിച്ചത്, ഇതെന്തൊരു കഥയത്, ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല, ഏത് വിധേന എന്ത് ചെയ്യും, ഇവർക്ക് ആരെ ദമയന്തിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തുള്ള എന്താണ് ദേഷ്യമാണ് ആരോട്, ദുഷ്യന്തൻ നളനോട് അല്ലെ. അപ്പൊ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അവരില്ലേ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ഞാൻ കലിയാണ് അല്ലെ, കലി നളന്റെ ദേഹത്ത് കയറി പറ്റിയിട്ട് അവന്റെ കുടുംബവും അവന്റെ സകലതും ഇല്ലാതാക്കുന്ന വെല്ലുവിളിക്കാണ് പ്രതികാര ബുദ്ധിയോടുകൂടെ. ഇതാണ് കലിയല്ലേ, അങ്ങനെ വാശി പിടിച്ചു പോവാണ്. ഓക്കെ, അങ്ങനെ നളനും ദമയന്തി എന്ത് ചെയ്യണോ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഒരുപാട് അല്ലെ കാലം ജീവിക്കുകയാണ്. അങ്ങനെ 12 വർഷക്കാലത്തോളം എന്ത് ചെയ്യാണ് ഈ കലി അല്ലെ നളനെ ദേഹത്ത് കയറാൻ വേണ്ടി എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാൻ വേണ്ടി കലി കാത്തിരിക്കുകയാണ്. അങ്ങനെ കലി എന്ത് ചെയ്യുന്നു, നളന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരൻ, നളന്റെ സഹോദരനുണ്ട് പുഷ്കരൻ, എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത അല്ലെ, ഇങ്ങനെ ചില ആളുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഉള്ള ഒരാളായിരുന്നു പുഷ്കരൻ. പുഷ്കരനാണെങ്കിൽ ഭയങ്കര കുശുമ്പും ഏകോ ഒക്കെയാണ് നളനോട്, എല്ലാവരും നളനെയാണ് പോയി കാണുന്നത്, എന്നെ ആർക്കും വേണ്ട, രാജാവ് നളനാണ്, ഭയങ്കര കഴിവാണ്, മടിയനാണ് പുഷ്കരൻ. അപ്പൊ പുഷ്കരനെ പോയിട്ട് എന്ത് ചെയ്യാണ്, സ്വാധീനിക്കുകയാണ് നമ്മളുടെ കലി അല്ലെ, ആ ചേട്ടനെ പോയിട്ട് ചൂത് കളിക്കാൻ വിളിക്കണം, അങ്ങനെ ചൂത് കളിയിൽ തോപ്പിക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം അവനെ സകലതും തട്ടിയെടുത്ത് നമുക്ക് കാട്ടിലേക്ക് വനവാസത്തിന് വിടാം എന്ന് പറയാണ് കലി അല്ലെ. അങ്ങനെ പിരികേറ്റാണ് നമ്മുടെ പുഷ്കരനെ. അങ്ങനെ ചൂത് കളിയിൽ നളനെ തോൽപ്പിക്കുകയാണ്. അവസാനം ഇട്ട ഡ്രസ്സ് മാത്രമായിട്ട് അല്ലെ അവശേഷിക്കുകയാണ് അയാളെ സമ്പാദ്യം മുഴുവൻ. അങ്ങനെ രാജ്യവും ധനവും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണോ ഈ പുഷ്കരന് അല്ലെങ്കിൽ നൽകിയിട്ട് അല്ലെ കലി കാരണം പുഷ്കരന് നൽകിയിട്ട് എന്ത് ചെയ്യാണ് നമ്മളുടെ നളനും ദമയന്തിയും കൂടെ കാട്ടിലേക്ക് പോവാണ്. ഓക്കെ, കാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ കുട്ടികളെയൊക്കെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തിട്ടുണ്ട് ദമയന്തി സ്വന്തം രാജ്യത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൂടെ വരും, അങ്ങ് ഏത് നരകത്തിലും സ്വർഗത്തിലാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ദമയന്തി എന്ത് ചെയ്യാണ് കൂടെ തന്നെ പോവാണ്. അങ്ങനെ ഇവർ കൊടുങ്കാട്ടിൽ പോകുന്നു. കാട്ടിലെത്തിയ സമയത്ത് തൻ്റെ വസ്ത്രം മുണ്ട് എടുത്തിട്ട് നളൻ അല്ലെ വിശന്ന ഒരു അല്ലെ പറവേനെ പിടിക്കാൻ വേണ്ടിച്ച് നോക്കുന്ന സമയത്ത് ഈ മുണ്ടും കൊണ്ട് ആര് പോകും, പറവ പോകും. കാരണം ഈ കലിയും ദ്വാപരനുമാണ് പറവേന്റെ വേഷത്തിൽ വന്നത്. അപ്പോൾ ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു കാട്ടിലാര് നളൻ. അങ്ങനെ ദമയന്തിയുടെ സാരിയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ദമയന്തി രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ കാട്ടിൽ ദമയന്തിനെ ഇട്ടിട്ട് നളൻ എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടും. അങ്ങനെ ദമയന്തി കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ദമയന്തി രക്ഷപ്പെട്ട് സ്വന്തം രാജ്യം, അതിൻ്റെ ഇടയ്ക്ക് കുറേ കഥയുണ്ട്, സ്വന്തം രാജ്യത്തിലെത്തുന്നു. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, എങ്ങനെയെങ്കിലും ആരെ കണ്ടുപിടിക്കണം, നളനെ കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് നളൻ വേഷമൊക്കെ മാറി അല്ലെ മറ്റൊരു രൂപത്തിൽ എന്താണ് ഒക്കെ ആയിരുന്നു. അപ്പൊ നളനെ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും 2ാം അല്ലെ സ്വയംവരം എന്ന് പറയുന്ന ഒരു കള്ളം അല്ലെ പറയുകയും അങ്ങനെ നളൻ തിരിച്ചു വരികയും അങ്ങനെ വീണ്ടും അതിനിടയ്ക്ക് കുറെ കഥകളുണ്ട്. നളനും ദമയന്തിയും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ അല്ലെ താമസിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു നളചരിതം അല്ലെ എന്ന് പറയുന്ന കഥയുടെ ഒരു ആകെ മൊത്തം അല്ലെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നളന്റെയും ദമയന്തിയുടെയും അവരുടെ വിരഹമുണ്ട്, അവരുടെ സന്തോഷങ്ങളുണ്ട്, അവരുടെ പ്രണയമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന കഥയാണ് നളോപാഖ്യാനം എന്ന് പറയുന്നത്. ഈ നളന്റെയും ദമയന്തിയുടെയും കഥ എന്ത് ചെയ്തിരിക്കുകയാണ്, ഉണ്ണായി വാര്യര് നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്ന കഥകളിക്ക് വേണ്ടിയുള്ള ഒരു സാഹിത്യ രൂപമാറ്റി മാറ്റിയതാണ്. അപ്പൊ ഈ സാഹിത്യ രൂപത്തിൽ അല്ലെങ്കിൽ ഈ ആട്ടക്കഥയിലുള്ള ആദ്യത്തെ ദിവസം അല്ലെ 1ാം ദിവസത്തിലുള്ള കുറച്ചു ഭാഗമാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കൾക്ക്? യെസ്. അപ്പൊ ഇനി കുറച്ചേ ഉള്ളൂ പാഠഭാഗം അല്ലെ, വളരെ പെട്ടെന്ന് നമുക്ക് പാഠഭാഗം മനസ്സിലാവും. അപ്പൊ നമുക്ക് ലൈവുകളുണ്ട് അല്ലെ, പരീക്ഷയുടെ തലേന്ന് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ലൈവ് ഒന്നും മക്കൾ മിസ്സാക്കാതിരിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, മക്കൾ ഈ വീഡിയോയുടെ താഴെ അല്ലെ മക്കൾ കമന്റ് ചെയ്തിട്ട് ഏതൊക്കെ പാഠം ഇനി വേണം, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരീക്ഷ നമുക്ക് എന്ത് ചെയ്യണം, 40 മാർക്കും കിട്ടുന്ന രീതിയിലേക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.